നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവത്തിലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, സംസാരിക്കുന്ന സംഭാഷണങ്ങള്, എഴുതുന്ന രേഖകള്, ഒപ്പിടുന്ന ഡോക്യുമെന്റുകള്, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള്, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിന്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിന്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ലാസ്റ്റായിട്ട്, അവസാനമായിട്ട്, വിശ്വാസ വളർച്ചയുടെ 10 ദിവസത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമുക്ക് 2 10:1-5-7 ഒരിക്കൽ കൂടി വായിക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ഇതുവരെ അപ്പൊ ജ്ഞാനത്തെ ആത്മസംയമനമാണ്. കാര്യം എന്താ കാര്യം? ജ്ഞാനം അഹങ്കാരം ജനിപ്പിക്കുന്ന കാരണം അതിനെ അതിജീവിക്കണമെങ്കിൽ ജ്ഞാനമുള്ളവർക്ക് എന്ത് ചെയ്യണം? എടുത്തു ചാട്ടം പറ്റത്തില്ല. തോക്കിന്റെ കത്ത് കയറി വെക്കരുത്. എനിക്കറിയാം, നിങ്ങൾ മിണ്ടണ്ട, ഞാൻ പറയാമെന്ന് പറയത്തില്ലേ, അതല്ല. ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടുപോകും. ആത്മസംയമനം പിന്നെന്താ? ആത്മസംയമനത്തിന്റെ പേര് ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൂടിയ നിലവാരമുള്ള വിശ്വാസമായിക്കൊണ്ടെന്ന് എന്റെ അർത്ഥം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ആത്മസംയമനത്തെ കുറിച്ചല്ല ഞാൻ പറയണത്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറഞ്ഞുകൊടുക്കുന്ന വിശ്വാസത്തെ വളർച്ചയുടെ വിവിധ പരിഷ്കൃത രൂപങ്ങളെ കുറിച്ചാണ്. സംസ്കൃത രൂപങ്ങൾ, വിശ്വാസത്തിന്റെ സംസ്കരിക്കപ്പെട്ട രൂപങ്ങള്. ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോ, ക്ഷമയെ ഭക്തി കൊണ്ടോ, ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ, സഹോദര സ്നേഹത്തെ ഉപവി കണ്ടും സമ്പൂർണമാക്കാൻ. അപ്പൊ ഈ സമ്പൂർണമാക്കുക, അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ആദ്യം കണ്ടത്? അതായത് ആത്മസംയമനത്തെയാണ്. ഒരാൾക്ക് ആത്മസംയമനം ഉണ്ടാകണമെങ്കിലേ, ആത്മസംയമനം ഒരു അരമണിക്കൂർ ആത്മസംയമനം, 5 മിനിറ്റ് ആത്മസംയമനം അല്ല, ദീർഘാത്മസംയമനമാണ്. അതിനാണ് ക്ഷമയാണെന്ന് പറയുന്നത്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ആത്മസംയമനം നമുക്ക് പുരോഗമിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അരമണിക്കൂർ ആത്മസംയമനം ആയിപ്പോവും. അപ്പൊ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും, എന്നുവെച്ചാൽ ആത്മസംയമനം തന്നെ, ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹം. ആ സഹിക്കുന്ന സ്നേഹം ആത്മസംയമനം ഉള്ളിടത്തെല്ലാം അത് പ്രൊലോങ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ സഹിക്കുന്ന സ്നേഹം അഭ്യസിക്കണം. ഈ സഹിക്കുന്ന സ്നേഹം എന്ന് പറയുന്ന ആത്മസംയമനം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും റിഫൈൻഡ് രൂപമാണ്. വിശ്വാസം തന്നെയാണ് നമുക്കത് ഫീൽ ചെയ്യണത്, കിട്ടണത്. ആത്മസംയമനത്തിൽ ക്ഷമ കൊണ്ടോ, പിന്നെന്താണ്? ക്ഷമയെ ഭക്തി കൊണ്ടോ. ഇത്രയും കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഭക്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ടുള്ള ഒട്ടലാണ്, തിക്തം.
ഭഗവാനുമായിട്ട് തിക്തമായിരിക്കുന്ന സംഭവമാണ് ഭക്തി. രക്തം രജോ ഗുണവുമായിട്ട് ഒട്ടി നിൽക്കുന്നത്, അതാണ് രക്തം. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് ഒട്ടി നിൽക്കുന്നത് ഭക്തി. അപ്പൊ ദൈവമായിട്ട് ഒട്ടി നിൽക്കുന്ന പരിപാടിക്കാണ് ഭക്തി എന്ന് പറയണത്. ആ ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ കൈകൾ കൂപ്പി കമന്നടിച്ച് വീണിട്ട് കാര്യമില്ല. അതിനുള്ളിൽ എന്തൊക്കെ വേണം? ദൈവമായിട്ട് ഒട്ടി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മശമനം കൊണ്ടും, ആത്മശമനത്തെ ക്ഷമ കൊണ്ടും, ക്ഷമയെ പത്തി അത്രയും ക്ഷമ വരെ വന്നാൽ മാത്രമേ ദൈവമായിട്ട് ഒട്ടാൻ പറ്റത്തുള്ളൂ. ദൈവമായിട്ട് ഒട്ടിക്കണം. ദൈവത്തെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഭക്തി നമുക്ക് തരണത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി തരണത് സംതൃപ്തിയാണ്. ശരിക്കും ആരിലുള്ള സംതൃപ്തി? ദൈവത്തിലുള്ള സംതൃപ്തി. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഭക്തിയെ എന്താണ് ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടെങ്കിൽ ഈ ഭക്തി പ്രസരിപ്പിക്കുന്നത്, കൈമാറേണ്ടതും, ഭക്തിയിലൂടെ നേടിയെടുത്ത കൃപ എല്ലാം കൈമാറുന്നത് എല്ലാം സഹോദര സ്നേഹത്തിലൂടെയാണ്. സഹോദര സ്നേഹത്തെ ഉപവിക്കൊണ്ടും, ഉപവിപ്രവർത്തനങ്ങളെ ഉപവിക്കൊണ്ടും സമ്പൂർണമാക്കുവിൻ. അപ്പൊ ഉപവി എന്ന് പറയുന്നതും വിശ്വാസത്തിന്റെ തന്നെ മുന്തിയ രൂപമാണ്. വിശ്വാസ വളർച്ചയാണ് ഈ ആഴ്ച മുഴുവൻ നമ്മൾ കണ്ടത്. അതിൻ്റെ മുന്തിയ രൂപങ്ങളുടെ ഓരോ രൂപങ്ങളെയും നമ്മൾ കണ്ടു. വിശ്വാസ വളർച്ച ഇതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ കടുത്ത ദൈവവിശ്വാസിയായിട്ട് ദൈവം നിന്നെ കാണുന്നുവെന്ന് എൻ്റെ അർത്ഥം. ഇല്ലെങ്കിൽ നീ അവിശ്വാസിയെ തുടരുന്നുവെന്നാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ.